IPL-ൽ ഇന്നലെ നടന്ന രണ്ടാം മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനെ തകർത്തുകൊണ്ട് ചെന്നൈ സൂപ്പർ കിങ്സ് ജയത്തോടു കൂടിയാണ് ടൂർണമെന്റ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. മുംബൈ ഉയർത്തിയ 156 റൺസ് വിജയലക്ഷ്യം ചെന്നൈ സൂപ്പർ കിങ്സ് 5 പന്തുകൾ ശേഷിക്കെയാണ് മറികടന്നത്. ചെന്നൈ സൂപ്പർ കിങ്സിന് മത്സരം വഴിമാറ്റിക്കൊടുത്ത ചില നീക്കങ്ങൾ ഉൾപ്പെടെ മത്സരത്തിന്റെ സമഗ്രമായ ചിത്രമാണ് വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുൻപ് ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഏറ്റവും പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക. രണ്ടാം ഇന്നിംഗ്സിൽ മുംബൈക്ക് വേണ്ടി ബോളർമാർ പരമാവധി പൊരുതിയെങ്കിലും പ്രതിരോധിക്കാൻ കഴിയുന്ന സ്കോർ ആയിരുന്നില്ല മുംബൈയുടെ ബാറ്റിംഗ് നിര നേടിയെടുത്തത്. നായകൻ ഹർദിക് പാണ്ഡ്യയും പേസർ ജസ്പ്രീത് ബുംറയും ഇല്ലാതെയാണ് മുംബൈ ഇന്നലെ ആദ്യ മത്സരത്തിനായി എത്തിയത്. മത്സരത്തിൽ മുംബൈയുടെ കണക്കുകൂട്ടലുകൾ തെറ്റിക്കുന്ന പ്രകടനമാണ് CSK കാഴ്ചവെച്ചത്. എന്നാൽ തീർച്ചയായിട്ടും ചെന്നൈക്ക് മത്സരം അനുകൂലമാക്കി മാറ്റിയത് സ്പിന്നർ നൂർ അഹമ്മദിന്റെ പ്രകടനം തന്നെയായിരുന്നു. മുംബൈ പ്രതീക്ഷിക്കാത്ത ഒരു ആക്രമണം തന്നെയാണ് നൂർ അഹമ്മദിന്റെ ഭാഗത്തു നിന്നും CSK നടത്തിയത്. മുംബൈയുടെ 4 പ്രധാന വിക്കറ്റുകളാണ് അദ്ദേഹം നേടിയെടുത്തത്. വലിയ സ്കോറിലേക്ക് എത്തുന്നതിൽ നിന്ന് തഴഞ്ഞത് തീർച്ചയായിട്ടും നൂറിന്റെ പ്രകടനം തന്നെയാണ്. ഇന്നിംഗ്സിന്റെ ആരംഭത്തിൽ അശ്വിന്റെ പന്തുകൾ നേരിടാനായി മുംബൈ ബാറ്റർമാർ കഷ്ടപ്പെട്ടപ്പോൾ ഋതുരാജിനോട് നൂർ അഹമ്മദിനെ ഇറക്കുന്നതിനുള്ള നീക്കം ധോണി തന്നെയാണ് നൽകിയത്. മുംബൈ നായകനായ സൂര്യകുമാർ യാദവിനെ മടക്കിയ നൂർ അഹമ്മദ് തൊട്ടു പിന്നാലെ അക്രമകാരിയായ തിലക് വർമ്മയെയും മടക്കിയിരുന്നു. റോബിൻ മിൻസിനെയും നമാൻതുറിനെയും മടക്കി 4 വിക്കറ്റ് നേട്ടം അദ്ദേഹം പൂർത്തിയാക്കുകയായിരുന്നു. തീർച്ചയായിട്ടും മത്സരം വഴിമാറ്റി കൊടുത്തതിൽ സൂര്യകുമാർ യാദവിന് ചില മോശം തീരുമാനങ്ങളും മത്സരശേഷം വിലയിരുത്തുന്നുണ്ട്. 4-ാം നമ്പറിൽ മികച്ച ഫോമിൽ കളിക്കുന്ന തിലക് വർമ്മയ്ക്ക് ഇന്നലെ അദ്ദേഹം നൽകിയത് 5-ാം നമ്പർ ബാറ്റിംഗ് പൊസിഷനായിരുന്നു. വിൽ ജാക്സിനെ അനാവശ്യമായി 4-ാം നമ്പറിൽ ഇറക്കി വിക്കറ്റ് വലിച്ചെറിയുന്ന ഒരു കാഴ്ചയാണ് ഇന്നലെ കണ്ടത്. ഇന്ത്യക്ക് വേണ്ടി ഉൾപ്പെടെ 3-ാം നമ്പർ 4-ാം നമ്പർ പൊസിഷനുകളിൽ മികച്ച ബാറ്റിംഗ് പ്രകടനങ്ങളായിരുന്നു തിലക് വർമ്മ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. സ്പിന്നിനെ ആക്രമിച്ച് കളിക്കാനായി കെൽപ്പുള്ള താരത്തെ ഈ 2 പൊസിഷനുകളിൽ നിന്ന് മാറ്റിയിറക്കിയത് തന്നെയാണ് മുംബൈക്ക് തിരിച്ചടിയായ ആദ്യത്തെ കാര്യം. രണ്ടാം ഇന്നിംഗ്സിൽ CSKയ്ക്ക് വേണ്ടി മികച്ച പ്രകടനമായിരുന്നു ഋതുരാജ് ഗേക്വാദ് കാഴ്ചവെച്ചത്. രാഹുൽ ത്രിപാഠിക്ക് ഓപ്പണിംഗ് സ്ഥാനം കൈമാറിയ ഋതുരാജ് ഗേക്വാദ് 1 ഡൗണായാണ് ഇന്നലെ ബാറ്റിംഗിനായി എത്തിയത്. സ്പിന്നിനെ തുടങ്ങുന്ന പിച്ച് ആയതിനാൽ തന്നെ റൺസ് ഉയർത്തുക ദുഷ്കരമായ സാഹചര്യത്തിൽ 26 പന്തിൽ 53 റൺസുമായി ക്യാപ്റ്റന്റെ ഇന്നിംഗ്സ് തന്നെയാണ് ഋതുരാജ് ഗേക്വാദ് കാഴ്ചവെച്ചത്. രച്ചിൻ രവീന്ദ്രയും അവസരത്തിലെത്ത ബാറ്റിംഗ് മെച്ചപ്പെടുത്തിയപ്പോൾ മുംബൈക്ക് വേണ്ടി ഇമ്പാക്ട് പ്ലെയറായി കളത്തിലെത്തി മലയാളി താരം വിഘ്നേഷ് പുത്തൂറാണ് ഇന്നലെ കയ്യടി നേടിയത്. ഋതുരാജ് ഗേക്വാദ്, ശിവം ദുബെ, ദീപക് ഹൂഡ എന്നിവരുടെ വിക്കറ്റുകൾ വീഴ്ത്തി മുംബൈക്ക് ചെറിയൊരു പ്രതീക്ഷ നൽകാനായി ഇന്നലെ മലയാളി താരത്തിന് സാധിച്ചിരുന്നു. മത്സരശേഷം എല്ലാ താരങ്ങളും അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നതും തീർച്ചയായിട്ടും മലയാളികളെ സംബന്ധിച്ച് സന്തോഷം നൽകുന്ന ഒരു കാഴ്ചയായി മാറിയിട്ടുണ്ടായിരുന്നു. 3 ഓവറുകളിൽ അദ്ദേഹം വിക്കറ്റ് നേടിയിട്ടും 4-ാം ഓവർ അദ്ദേഹത്തിന് നൽകാത്തതിന്റെ പേരിൽ സൂര്യകുമാർ യാദവിനെതിരെ വിമർശനം ഉയരുന്നുണ്ട്. ഒരുപക്ഷെ 4-ാം ഓവറിൽ കൂടി അദ്ദേഹത്തിന് പന്തെറിയാനായി സാധിച്ചിരുന്നുവെങ്കിൽ മുംബൈക്ക് കുറച്ചുകൂടി പ്രതീക്ഷ നൽകുന്ന ഒരു മത്സരമായി ഇത് അവസാനിച്ചേനെ എന്നാണ് ക്രിക്കറ്റ് നിരീക്ഷകരുടെ വിലയിരുത്തൽ. വീഡിയോ അവസാനിക്കുന്നു. പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക.